അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഹുവാവേ മേറ്റ് പാഡ് പ്രോ ചൈനയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു ടാബിൽ 13.2 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടാബിൻ്റെ പിന്നിൽ 13+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 10,200 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ കിരിയൻ 9100 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. വില വരുന്നത് 5,199 യുവാനാണ്, അതായത് ഏകദേശം 60,500 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഇത് കൂടാതെ ഹുവാവയുടെ മേറ്റ് 70 സീരീസും ഇപ്പം ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 70 സീരീസിൽ 4 ഫോണുകൾ വരുന്നുണ്ട്. മേറ്റ് 70, 70 പ്രോ, 70 പ്രോ പ്ലസ്, അതുപോലെ തന്നെ 70 RSും. ഇപ്പം ഇതിൽ 70ൽ 6.7 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബാക്കി ഫോണുകളിൽ 6.9 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് തന്നെയാണ് ഈ 4 ഫോണുകളിലും വരുന്നത്. 4 ഫോണുകളിലും ഫോണിൻ്റെ പിന്നിൽ 50 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് വേരിയബിൾ അപ്പർച്ചറിലാണ് ഈ ഒരു സെൻസർ വരുന്നത്. f1.4ൻ്റെയും 4.0യുടെയും ഇടയിൽ അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ 40 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. 70ൽ മൂന്നാമത് 12 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഫോണുകളിൽ മൂന്നാമത് 48 മെഗാ പിക്സൽ പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. ഈ ഫോണുകളിൽ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഇപ്പം 70 അല്ലാത്ത ബാക്കി ഫോണുകളിൽ ഒരു ഡെപ്ത് സെൻസറും എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. ഇതിൽ 70യുടെ വില വരുന്നത് ഏകദേശം 64,100 രൂപ പ്രൈസ് റേഞ്ചിലും 70 പ്രോയുടെ വില വരുന്നത് ഏകദേശം 75,700 രൂപ പ്രൈസ് റേഞ്ചിലും പ്രോ പ്ലസിൻ്റെ വില ഏകദേശം 99,000 രൂപ പ്രൈസ് റേഞ്ചിലും RSൻ്റെ വില ഏകദേശം 1,39,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ ഹുവാവയുടെ മേറ്റ് X6 എന്നുള്ള ഫോൾഡബിൾ ഫോൺ കൂടി ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 7.93 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫോൾഡ് ചെയ്യാൻ പറ്റും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് 6.45 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. OLED പാനൽ തന്നെയാണ് ഇതിലും വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കിരിയൻ 9100 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 50+40+48 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 2 ഡിസ്പ്ലേയിലും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5,110 mAh ബാറ്ററിയും 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. വില വരുന്നത് 1,50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള ടാബുകളും ഫോണുകളൊക്കെ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ മിക്കവാറും ലോഞ്ച് ചെയ്യില്ല. ഹുവാവേ അധികമൊന്നും ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഫോണുകളും ടാബുകളൊന്നും ലോഞ്ച് ചെയ്യുന്നില്ല. പിന്നെ ബാക്കി ന്യൂസുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഐഫോൺ പ്രൊഡക്ഷൻ $10 ബില്യൺ മൈൽ സ്റ്റോൺ എത്തി എന്ന് IT മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്. PLA സ്കീം വഴിയാണ് ഈ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പം നല്ലൊരു കാര്യം തന്നെയാണ്. ഇന്ത്യയിൽ ഐഫോണിൻ്റെ കൂടുതൽ പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഹുവാവേ അവരുടെ സ്വന്തം മൊബൈൽ ചിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് 3nm പ്രോസസ്സറായിരിക്കും. ഇപ്പം വരുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊക്കെ 3nm പ്രോസസ്സറാണ്. പിന്നെ 2025 തന്നെ ഈ ഒരു പ്രോസസ്സർ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് പറയപ്പെടുന്നത്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സാംസങ്ങിൻ്റെ S25 അൾട്രയുടെ ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ സാംസങ് S25 എന്നുള്ള സ്മാർട്ട് ഫോൺ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം S25 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന കാര്യം കൺഫേം ആയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇനി വരാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ വരുന്ന ഫോണുകളാണ് ഇത്. പിന്നെ റിയൽമിയുടെ റിയൽമി GT7 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇതിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50+8+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5,800 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. 12 GB RAM 256 GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 59,999 രൂപയാണ്. 16 GB RAM 512 GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 65,999 രൂപയാണ്. പിന്നെ ഐഫോൺ 17 പ്രോയിൽ അലൂമിനിയം ഫ്രെയിം വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ ക്യാമറ ബമ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇത് കൂടാതെ ഐഫോൺ 17 എയറിൽ ഫിസിക്കൽ സിം ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം ഈ സിം മാത്രമായിരിക്കും യൂസ് ചെയ്യാൻ കഴിയുക. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നൂബിയയുടെ Z70 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോണാണ്. അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം 6.85 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേക്കാണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 50+50+64 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്.
16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്, 6150 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ ഏകദേശം 61,400 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഐക്യു 10 എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. 6100 mAh ബാറ്ററി ഇതിൽ വരും, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നതായിരിക്കും. ഇത്രയും ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിട്ടും തിക്നെസ് വരിക 7.99 മാത്രമായിരിക്കും. പിന്നെ 6.4K ഐസ് ഡൂം VC കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നതായിരിക്കും. ഇത് കൂടാതെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. 144 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വൺ പ്ലസിൻ്റെ ചൈനീസ് പ്രസിഡൻറ്റ് വൺ പ്ലസ് Ace 5 എന്നുള്ള പേര് കൺഫേം ചെയ്തിരിക്കുകയാണ്. അപ്പം Ace 3 കഴിഞ്ഞിട്ട് Ace 5 ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, Ace 4 വരില്ല. അപ്പം അതിനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ചൈനയിൽ ഈ ഒരു 4 എന്നുള്ള നമ്പർ കുറച്ച് ഒരു ബാഡ് ലക്ക് ആയിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു 4 എന്നുള്ള നമ്പർ സ്കിപ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഈ ഫോണിൻ്റെ കാര്യം മാത്രമല്ല, പല ഫോണുകളിലും ഈ ഒരു 4 എന്നുള്ള നമ്പർ അവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫോണുകളുടെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ Ace 5 സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 5 Proയിൽ 8 Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ വരും. പിന്നെ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. Ace 5 6300 mAh ബാറ്ററി വരുന്നതായിരിക്കും. 5 Proയിൽ 6500 mAh ബാറ്ററി വരും. ഈ ഫോണുകളിൽ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ Ace 5 50+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരും. Ace 5 Proയിൽ 50+8+ 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും വരുന്നതായിരിക്കും. പിന്നെ ഇന്നലെ ഗീക്ബെഞ്ച് സൈറ്റിൽ നത്തിങ് ഫോൺ 3 ലിസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് നത്തിങ്ങിൻ്റെ ഫോണല്ല, നത്തിങ്ങിൻ്റെ തന്നെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള CMFൻ്റെ ഫോണാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ CMFൻ്റെ പുതിയ ഫോണിൽ ഈ ഒരു സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. അപ്പം സിംഗിൾ കോറിൽ 1149 പോയിൻറ്റും മൾട്ടി കോറിൽ 2813 പോയിൻറ്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. 8GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള നത്തിങ് OS സോഫ്റ്റ്വെയർ ഇതിൽ വരും. ഹോണർ മാജിക് 7 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ യൂറോപ്യൻ മാർക്കറ്റിൽ 2025 ജനുവരിയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. 6.8 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ഇതിൽ വരും. കോഡ് കൗഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നതായിരിക്കും. ഇതിൽ 200 മെഗാ പിക്സൽ പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരും. 5850 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 80 വാട്ടിൻ്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ആമസോൺ ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തേക്കാം എന്ന് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ടെസ് എന്ന കോഡ് നെയിമിലായിരിക്കും ഇത് വരിക. ഒറിജിനൽ പേര് ഇതായിക്കോളണം എന്നില്ല, ഇപ്പോഴുള്ള കോഡ് നെയിം ടെസ് എന്നാണ്. അപ്പോൾ സ്വിഗ്ഗിക്കും ബ്ലിങ്കിറ്റിനൊക്കെ ഇത് നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇനി DMൽ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഫീച്ചറും കൂടി എത്തിയിരിക്കുകയാണ്. പിന്നെ പുതിയ കുറച്ച് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിക്ക് നെയിംസ് എന്നുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോക്കോയുടെ F7 എന്നുള്ള സ്മാർട്ട് ഫോൺ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ സൈറ്റാണ്. അപ്പം ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ MediaTek Dimensity 8400 എന്ന പ്രോസസ്സർ വന്നേക്കാം. 6000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ പോക്കോയുടെ X7 എന്നുള്ള സ്മാർട്ട് ഫോൺ NBTC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ചിലപ്പം Redmi Note 14 Pro എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയേക്കാം. അപ്പം ഈ ഒരു ഫോണിൽ MediaTek Dimensity 7300 Ultra എന്നുള്ള പ്രോസസ്സർ വന്നേക്കാം. 50+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. 5500 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ റിയൽമിയുടെ C75 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം വിയറ്റ്നാമിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇതിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച്വൽ ഡിസൈനൊക്കെ വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTekൻ്റെ Helio G92 Max എന്ന പുതിയൊരു പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല, മാക്സിമം 4G സപ്പോർട്ടേ വരുള്ളൂ. IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ MIL STD 810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടിയ 6000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. വില അവർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.